ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് രണ്ട് കാസിയോന്റെ എൻഡൈസർ വാച്ചുകളാണ്. അപ്പോൾ എൻഡൈസർ മോഡലും കരുതിക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 2000, 2500, 3000 സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ട് ഒരു 7000, 6000 ആ റേഞ്ചിലൊക്കെ വരുന്ന അവസാനിക്കുന്ന ഒരു മോഡലാണ് എൻഡൈസർ സീരീസ് എന്ന് പറയുന്നത്. അതായത് ഒരു മിഡിൽ കാറ്റഗറിയിൽ വരുന്ന ഒരു വാച്ച് സീരീസ് എന്ന് വേണമെങ്കിൽ പറയാം കാസിയോന്റെ. അപ്പോൾ അതിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു മെൻസ് വാച്ചും ഒരു വുമൻസ് വാച്ചാണ്. രണ്ടും എൻഡൈസർ സീരീസിൽ വരുന്നൊരു മോഡൽസുകളാണ്. അപ്പോൾ ഇതിൽ ഒരെണ്ണം ലെതർ ഫിനിഷാണ്, ഒരെണ്ണം നമുക്ക് മെറ്റൽ സ്ട്രാപ്പായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക, ഇത് A2074 എന്ന് പറഞ്ഞ ഒരു മോഡൽ സീരീസ് ആണ്. ഇത് ലേഡീസ് വാച്ചിന്റെ ബോക്സ് ആണ് വരുന്നത്. അപ്പോൾ ഈ കാസിയോന്റെ വാച്ചുകൾ നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ സാധനം എന്ന് വെച്ചാൽ ഫേക്കുകൾ ഇഷ്ടംപോലെ കിട്ടും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം വെച്ചാൽ നമുക്ക് ഈ സീരിയൽ നമ്പറും നമ്മുടെ വാച്ചിന്റെ താഴെ അതിന്റെ അടിയിലായിട്ട് സീരിയൽ നമ്പർ എംബെഡ് ആയിരിക്കും. അത് രണ്ടും മാച്ചിങ് ആണോ നോക്കണം. ആ സീരിയൽ നമ്പർ വെച്ച് നിങ്ങൾക്ക് കാസിയോന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്ന് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ രണ്ടെണ്ണത്തിന് നിങ്ങൾക്ക് ഇവിടെ സീരിയൽ നമ്പർ കാണാം. അതേ സീരിയൽ നമ്പർ നമ്മുടെ വാച്ചിന്റെ താഴെയും കാണണം. ഇത് G-Shock ആയാലും ഇത് G-Shockന്റെ വാച്ചാണ്. അപ്പോൾ G-Shock ആയാലും ഇത് തന്നെയാണ് സെയിം വരാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു G-Shock കുറച്ച് ബ്രാൻഡുള്ളതാണ്. എനിക്ക് വാച്ചുകളൊക്കെ പൊതുവേ ബ്രാൻഡുള്ളതാണ്. പക്ഷേ പ്രത്യേകിച്ച് ഞാൻ കാസിയോന്റെ വാച്ചാണ് ഇതിൽ കുറേനുള്ളത്. മെയിൻ എന്താ പറയുക ബ്രാൻഡ് ഞാൻ യൂസ് ചെയ്യുന്നത് കാസിയോ ആണ്. G-Shock, എഡിഫിസും ഒക്കെയാണ്. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ എഡിഫിസിന്റെ ഒരു വാച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടായിരിക്കും. അപ്പോൾ ഈ രണ്ട് വാച്ചുകൾ ഞാൻ കാണിച്ചത് ഇതിൽ നമുക്ക് ബോക്സിനുള്ളിൽ നോർമലി വരുന്ന നമുക്ക് ബുക്ക്ലെറ്റ്സും സംഭവങ്ങളൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ലേഡീസിന്റെ വാച്ച് വരുന്നത്. ഇതൊരു ഗ്രീൻ ഈ കളർ കണ്ടോ, ഇത് നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നുണ്ടായിരിക്കും. ഇതാണ് ലേഡീസ് വാച്ച് വരുന്നത്. ഈ കളർ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ്. ഇത് നമുക്ക് ടിസോട്ടിലും അതുപോലെ തന്നെ റാഡോയിലൊക്കെ നമുക്ക് ഈ സെയിം മോഡൽ നമുക്ക് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അതിന്റെ കാസിയോ വേർഷൻ ഇറക്കിയതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം നമ്മൾ ഈ ബാക്കിൽ കണ്ടു. ഇതിന്റെ ബാക്കിൽ നിങ്ങൾക്ക് സീരിയൽ നമ്പർ കാണുന്നുണ്ടായിരിക്കും. അത് എംബെഡ് ആണോ നോക്കണം. എന്ന് വെച്ചാൽ തൊട്ട് നോക്കി അറിയാൻ പറ്റും. നമ്മുടെ ചുമ്മാ എഴുതി വെക്കുന്ന പോലെയല്ല. എംബെഡ് എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും എഴുതിക്കുന്നത് കേട്ടോ. അതാണ് ഒറിജിനലാണോ ഫേക്ക് ആണോ. ഇതിൽ നമുക്ക് കാണുന്നുണ്ടായിരിക്കും. ഇതിൽ നിങ്ങൾക്ക് ഒരു ഗ്രീൻ ഡയലും അതുപോലെ തന്നെ അതിൽ ഡേറ്റും സംഭവമൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ലേഡീസിന്റെ വാച്ച് വരുന്നത്. അപ്പോൾ ഇതാണ് മെൻസിന്റെ വാച്ച് വരുന്നുണ്ട്. ഇത് അത്യാവശ്യം നമുക്കൊരു ഡേറ്റും സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. നോർമൽ ഗോൾഡൻ ഫിനിഷാണ് വരുന്നത്. ഗോൾഡ് ബ്ലാക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ലെതർ ഫിനിഷ് സ്ട്രാപ്പാണ്, ബ്ലാക്ക് ആണ് വരുന്നത്. അതിൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അതിൽ സീരിയൽ നമ്പർ എംബെഡ് കാണാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇത് സിന്തറ്റിക് ലെതറാണ്, ജെനുവൻ ലെതർ അല്ല കേട്ടോ. നമ്മൾ ഇതിന് മുമ്പ് എഡിഫിസിന്റെ ഒരു വാച്ച് ഉണ്ടായിരുന്നു. അത് ഒറിജിനൽ ജെനുവൻ ലെതറാണ് കേട്ടോ. അപ്പോൾ അതാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇതാണ് രണ്ട് വാച്ചുകൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് പ്രൈസ് പറയുകയാണെങ്കിൽ നമുക്ക് ഈ സാധനം ഒരു 2000, 3000 റേഞ്ചിലൊക്കെ നമുക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഒറിജിനൽ പ്രൈസ് 4995 രൂപയാണ്. അതുപോലെ തന്നെ ഇതായാലും ഒറിജിനൽ പ്രൈസ് 4995 രൂപയാണ്. നമുക്കിതും ഓഫറിൽ ഒരു 2500, 2000 ആ റേഞ്ചിലൊക്കെ നമുക്ക് ഡിപ്പെൻഡ്സ് അപ്പോൾ ഓഫർ. ഇപ്പോൾ കാസിയോന്റെ കുറേ ഓഫർ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇപ്പോൾ കുറേ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. G-Shockനും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്ക് ഓഫറിലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് രണ്ട് വാച്ചുകൾ. ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന രണ്ട് വാച്ചുകൾ എന്ന് വേണമെങ്കിൽ പറയട്ടെ. ഇതാണെങ്കിൽ നമുക്ക് മെറ്റൽ സ്ട്രാപ്പാണ്. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ റെഗുലറായിട്ട് ക്യാഷ്വൽ യൂസിനൊക്കെ ഉപയോഗിക്കാം. അതുകൊണ്ട് എനിക്ക് സാധനത്തിന്റെ ഡയൽ അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു. ഒരു 40 to 43 mm ഒക്കെ വരും അതിന്റെ ഡയൽ സൈസ് വരുന്നുണ്ടോ. ഇതിൽ നമുക്കൊരു ഡേറ്റും ഉണ്ട്. ഇതിന്റെ ഈ ഡേറ്റ് ഇല്ലാത്ത മോഡൽ വേറെ ഒന്നും അവൈലബിൾ ആണ്. അത് 2500 ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ഇതാണ് സംഭവം കേട്ടോ. അപ്പോൾ ആരെങ്കിലൊക്കെ കാസിയോ വാച്ചിന്റെ ബ്രാൻഡുമാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആൾക്കാർ കാസിയോന്റെ വാച്ചുകൾ ബ്രാൻഡ് ഇഷ്ടമുള്ള കുറേ പേരുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ G-Shockഉം എഡിഫിസും അങ്ങനത്തെ കുറേ മോഡൽസുകളും കാസിയോനും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു കളക്ടറൊക്കെ ഉണ്ടെങ്കിൽ കളക്ഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എനിക്ക് കൊണ്ട് ചെറിയൊരു വാച്ച് കളക്ഷൻ ഇതെൻ്റെ വാച്ചിന്റെ ബോക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പൊന്തികൾ കാണുന്നുണ്ടായിരിക്കും. ഇത് അടയുന്നില്ല. അപ്പോൾ വേറൊരു ബോക്സ് വാങ്ങിക്കാറായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതിലൊരു സ്മാർട്ട് വാച്ചൊക്കെയാണ്. ഞാൻ കുറച്ച് കാലം മുമ്പ് ഫുൾ സ്മാർട്ട് വാച്ചിലേക്ക് മാറിയതായിരുന്നു. എൻ്റെ കയ്യിൽ കുറേ G-Shockകൾ ഉണ്ടായിരുന്നു ഇതിന് മുമ്പേ. അതൊക്കെ ഞാൻ കൊടുത്തിട്ട് പിന്നെ ഫുൾ സ്മാർട്ട് വാച്ചിലേക്ക് മാറിയതാണ്. ഇപ്പം എനിക്ക് സ്മാർട്ട് വാച്ച് നോക്കി കഴിഞ്ഞാൽ മടുത്തു. അപ്പോൾ എൻ്റെ നിങ്ങൾക്ക് ആപ്പിൾ വാച്ച് അൾട്രാക്ക് കണ്ട് അതുകൊണ്ടാണ് അത് കൊടുക്കാൻ ആഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ രണ്ട് മെയിൻ ചാനൽസ് മാത്രം പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമുക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമന്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമന്റ് പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മൂന്നാമത്തെ ചാനൽ കാണാത്ത പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമുക്ക് ഒന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് പോലെ അടിച്ചാൽ മതി. അടിച്ചു കാണാം.